നിങ്ങൾ തൽക്കാലം നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കൂ. ചിലപ്പോൾ ചില സാഹചര്യത്തിൽ വികാരത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് യുക്തിസഹമല്ലാത്ത ചില തീരുമാനങ്ങളൊക്കെ നമ്മൾ എടുക്കും. ഇമോഷണൽ ആയിട്ടുള്ള തീരുമാനങ്ങൾ മാത്രമായിരിക്കും അത്. ഇത് നമുക്ക് മാത്രമല്ല, ലോകത്തിൻ്റെ പല കോണിലുള്ള അറിയപ്പെടുന്ന ആളുകൾ പോലും ഇങ്ങനെ വികാരപരമായ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. നമുക്കെല്ലാം ഏറ്റവും പ്രിയങ്കരനായ അർജന്റീനയുടെ ഇതിഹാസ താരം ലയണൽ മെസ്സി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. 2016 ചിലിക്കെതിരായ കോപ്പ അമേരിക്ക ഫൈനലിൽ ലയണൽ മെസ്സി ഷൂട്ടൌട്ടിൽ നിർണായക പെനാൽറ്റി നഷ്ടപ്പെടുത്തി കളഞ്ഞു. ഇത് അർജന്റീനയുടെ തോൽവിക്കിടയാക്കുകയും ചെയ്തു. മെസ്സി വളരെ നിരാശനായി. നിങ്ങൾക്കറിയാം, തീർച്ചയായിട്ടും ഇങ്ങനെ അനുഭവം ഉണ്ടാകുമ്പോൾ രാജ്യാന്തര ഫുട്ബോളിൽ നിന്ന് ഞാൻ വിരമിക്കുകയാണ് എന്ന് അദ്ദേഹം കയറി പ്രഖ്യാപിച്ചു കളഞ്ഞു. ഈ പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം തനിക്കാണ് എന്ന വിശ്വാസത്തിൽ അങ്ങനെ ഒരു വികാരപരമായ തീരുമാനം മെസ്സി ലോകത്തോട് പ്രഖ്യാപിച്ചു. 2007 20-ാം വയസ്സിൽ കോപ്പ അമേരിക്ക കളിക്കാൻ തുടങ്ങിയിട്ടും അർജന്റീനയ്ക്ക് കിരീടം നേടാൻ കഴിഞ്ഞില്ല. ഈ വിഷമം മെസ്സിയെ വല്ലാതെ മതിച്ചു. 2016 താൻ കാരണം കിരീടം നഷ്ടമായത് ഈ 28 വയസ്സുകാരന് താങ്ങാൻ കഴിഞ്ഞില്ല. മെസ്സി പൊട്ടിക്കരഞ്ഞു. വികാര വിക്ഷോഭത്തിന് അടിപ്പെട്ട് വിരമിക്കലും കയറി അങ്ങ് പ്രഖ്യാപിച്ചു. ലോകം പക്ഷേ മെസ്സിക്കൊപ്പമായിരുന്നു. ആരാധകർ തെരുവിലിറങ്ങി പ്രകടനങ്ങൾ നടത്തി. അവർ വിളിച്ചു പറഞ്ഞു, മെസ്സി തിരിച്ചു വരൂ. സഹതാരകൾ മുഴുവൻ പ്രാർത്ഥനയോടെ നിന്നു. മെസ്സി തിരിച്ചു വരണം. ലോകം ഒന്നാകെ ആവശ്യപ്പെട്ടു, മെസ്സി തിരിച്ചു വരണം. 2 മാസത്തിന് ശേഷം മെസ്സി തൻ്റെ തീരുമാനം മാറ്റി. വിരമിക്കൽ പ്രഖ്യാപനത്തിൽ നിന്ന് അദ്ദേഹം പിന്മാറി. അദ്ദേഹം വർദ്ധിത വീര്യത്തിൽ നമ്മൾ പറയുന്ന പോലെ തിരിച്ചു വരാൻ തീരുമാനിക്കുന്നു. അർജന്റീനയെ നയിക്കാൻ മെസ്സി താരം വീണ്ടും വന്നു. നീണ്ട 28 കൊല്ലത്തെ ഇടവേളയ്ക്ക് ശേഷം മെസ്സിയുടെ നേതൃത്വത്തിൽ 2021 അർജന്റീന കോപ്പ അമേരിക്ക കിരീടം നേടി. അർജന്റീനയുടെ ഈ വിജയം മെസ്സിയെ വല്ലാതെ സന്തോഷിപ്പിക്കുന്ന കാര്യത്തിൽ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. 2024 ഇതേ വിജയം മെസ്സി ആവർത്തിച്ചു. അഗാധമായ നിരാശയുടെ നിമിഷങ്ങളിൽ പോലും പ്രതിരോധ ശേഷിയും തുടരാനുള്ള ധൈര്യവും നമ്മൾ ഒരു കാരണവശാലും കൈവിടരുത്. നമ്മളെ ഏതെങ്കിലും വികാരം തള്ളിച്ചുകൊണ്ട് സമ്മർദ്ദം കൊണ്ട് എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കേണ്ട ഒരു മുനമ്പിൽ നിങ്ങൾ പെട്ടുപോയാൽ കുറച്ചു നേരം സ്വസ്ഥമായിട്ട് അവിടെ നിൽക്കുക. എന്നിട്ട് ആ മുനമ്പിൽ നിന്ന് വഴുതി മാറുക. ഈ നിങ്ങളുടെ സ്വാസ്ഥ്യം കെടുത്തുന്ന വികാരപരമായ പ്രശ്നം അതിന് ചെറിയൊരു ഇളവുണ്ടാകുമ്പോൾ മാത്രം നിങ്ങൾ എടുക്കാൻ പോകുന്ന തീരുമാനത്തെക്കുറിച്ച് 1-2 തവണ ആലോചിക്കുക. പോരാളിയെ പോലെ തിരിച്ചു വരണം. മെസ്സി അതാണ് ചെയ്തത്. നിങ്ങളുടെ സമചിത്തത, നിങ്ങളുടെ ആത്മവിശ്വാസം, നിങ്ങളുടെ ആത്മാർത്ഥത വിജയം തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. അപ്പോൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് വികാരപരം, ഇമോഷണൽ ആകാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. വികാരപരമായ തീരുമാനം പലപ്പോഴും യുക്തിസഹമായിരിക്കില്ല. മാത്രമല്ല അതിന് യാഥാർത്ഥ്യബോധത്തിൻ്റെ അടിത്തറ ഉണ്ടാകില്ല. അതുകൊണ്ട് ഇന്നു മുതൽ പ്രിയപ്പെട്ട പ്രേക്ഷകർ വികാരപരമായ തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക. അത് നിങ്ങളെ എങ്ങും കൊണ്ടെത്തിക്കില്ല.